വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ വാക്ക് ഹൈഡ്രോഫോബിയ. ഇത് അധികം ആൾക്കാർക്കും അറിയുന്നൊരു വാക്കാണ്. ഫോബിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിയാണ് അല്ലേ. അപ്പോൾ ഹൈഡ്രോ, വാട്ടറിനോടുള്ളൊരു പേടി, എക്സ്ട്രീം ഫിയർ ഓഫ് വാട്ടർ ആണ് ഹൈഡ്രോഫോബിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ വാക്ക് ഖൊനോഷർ. ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായി ജഡ്ജ് ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തി തന്നെയാണ് ഖൊനോഷർ എന്ന് പറയുന്നത്. എ പേഴ്സൺ ഹൂ നോസ് എ ലോട്ട് അബൌട്ട് ആൻഡ് എൻജോയ്സ് വൺ ഓഫ് ദ ആർട്സ് ഓഫ് ഫുഡ്, ഡ്രിങ്ക് എക്സെട്ര. ഇപ്പോൾ ഖൊനോഷർ ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മ്യൂസിക് നല്ല രീതിയിൽ ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന അതിലധികായനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അടുത്ത വേർഡ് കക്കോഫനി. ഒരുപാട് ശബ്ദങ്ങളുടെ എന്താ പറയുക, നമുക്ക് ഇറിറ്റേറ്റഡ് ആവുന്ന ഒരുപാട് മിക്സ്ചർ ഓഫ് സൗണ്ടുകളെയാണ് നമ്മൾ കക്കോഫനി എന്ന് പറയുന്നത്. ഹാഷ്, ഡിസ്കോർഡൻറ്റ്, മിക്സ്ചർ ഓഫ് സൗണ്ട്സ്, ഇതാണ് കക്കോഫനി. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരുപാട് വാക്കുകൾ HSAക്ക് വേണ്ടി പഠിക്കാനുണ്ടല്ലേ. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതേപോലെ തന്നെ ടെൻസസ്, ആൻറ്റോണിംസ്, സിനോണിംസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് HSAക്ക് പഠിക്കാനുണ്ട്. പേഴ്സണലൈസ്ഡ് മെൻ്റൽ സപ്പോർട്ടോട് കൂടി തന്നെ ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ പരീക്ഷ വരെയും HSAയുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതും 2500 രൂപയ്ക്കാണ്. എപ്പോഴാണോ പരീക്ഷ അതുവരേക്കും ഈ കോഴ്സിന് വാലിഡിറ്റി ഉണ്ട്. ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. എങ്ങനെ പഠിക്കണം, ഏത് സമയത്ത് പഠിക്കണം, ഒരു പോയം ആണെങ്കിലും ഫിക്ഷൻ ആണെങ്കിലും അതിലേതൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാനും നിങ്ങൾ എത്രമാത്രം പഠിച്ചു എന്ന് ചെക്ക് ചെയ്യാനും നിങ്ങളോടൊപ്പം എപ്പോഴും ഒരു മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഇനിയും സമയം കളയരുത്. പരീക്ഷ ഉടനെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക.